രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബിയാണെന്നാണ് അതിജീവിതയുടെ മൊഴി. അതിജീവിത ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഗുളിക എത്തിച്ചതെന്നും ഗുളികയെപ്പറ്റി മറ്റൊരറിവുമില്ലെന്നുമാണ് ജോബിയുടെ വാദം. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ ജോബി ഇപ്പോഴും ഒളിവിലാണ്. ജോബി ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഗുളിക കൊണ്ട് കൊടുത്തു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ അതിജീവിതയുടെ ചില ചാറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതാണ് ജോബിക്കും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ കുരിശായിട്ട് മാറുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തായ ജോബി അനധികൃതമായി ശാസ്ത്രീയമായിട്ട് ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഈ മരുന്ന് എത്തിച്ചു എന്നുള്ളതാണ് ജോബിക്കെതിരെയുള്ള കുറ്റം. അപ്പോൾ ജോബി ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ വിധി ഉണ്ടാവുമോ? ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. പ്രധാനമായും ഈ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതി നൽകിയിട്ടുള്ള ആദ്യത്തെ പെൺകുട്ടി ഈ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരാതിയിൽ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്നത്, ഈ ജോബി ജോസാണ് ഈ പറയുന്ന ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയെന്നാണ്. എന്നാൽ ജോബി പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ അതിനകത്തൊരു വിചിത്രമായിട്ടുള്ള വാദം, അതായത് ഈ പെൺകുട്ടി, അതായത് ഈ അതിജീവിത ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു ഗുളിക താൻ എത്തിച്ച് നൽകിയത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വാദമാക്കി ഉയർത്തിയത്. എന്തായാലും അതൊരു വിചിത്രമായ വാദമാണ്. ആ വാദം ഉയർത്തുമ്പോൾ പോലും പല ചോദ്യങ്ങളും സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംശയാസ്പദമായ രീതിയിൽ ഈ ജോബിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അതിനകത്ത് ഇന്ന് വിശദമായ രീതിയിൽ കോടതി വാദം കേൾക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതുവരെയും, അതായത് കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെയും ജോബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ഒരു നടപടി, കസ്റ്റഡിയോ അറസ്റ്റോ ഒന്നും തന്നെ വേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ തീരുമാനം. ജോബി ഇപ്പോൾ ഒളിവിൽ തന്നെ കഴിയുകയാണ്. എന്തായാലും വിശദമായ രീതിയിൽ ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ പോലീസിൻ്റെ കൈവശം ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ വാട്സപ്പ് ചാറ്റുകളും വിശദമായ രീതിയിലുള്ള ചില ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ പറയുന്ന മുൻകൂർ ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരിക്കും ജോബിയുടെ ജാമ്യാപേക്ഷയെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ എതിർക്കുക. ഡോക്ടർ, ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജോബി ജോസഫ് ഇപ്പോഴും ഒളിവിലാണ്. ജോബിയും രാഹുൽ മാങ്കൂട്ടത്തിലും ചങ്കായിരുന്നു കേട്ടോ. ആ ചങ്കന്മാരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ കോടതി ജാമ്യം കൊടുത്താൽ ജോബിക്ക് പുറത്തു വരാം, ഇല്ലെങ്കിൽ ജോബി കുറച്ചു കാലം കൂടി ഒളിവിൽ കഴിയേണ്ടി വരും, ഇല്ലെങ്കിൽ പോലീസ് പൊക്കാനുള്ള സാധ്യതയുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യ ഹർജി നാളെ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ സെഷൻസ് കോടതിയുടെ വിധി നിലനിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടില്ല. മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും കസ്റ്റഡിയിലെടുക്കും. മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ രണ്ടുപേർക്കും അല്പം ആശ്വാസമാവും. അടുത്ത ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് വരുമ്പോഴേക്ക് മാറ്റിവെക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതയും കൂടുതലാണ്. കാത്തിരിക്കാം.